ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് സുഖാണെന്ന് പറയാൻ കുറച്ച് മടിയുണ്ട്, എന്നാലും ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു ഗൈസ്. അപ്പൊ ഈ ഫ്ലാറ്റിലോട്ട് മാറിയതിനു ശേഷം ഒരു വ്ളോഗ് ഇതിനകത്ത് നിന്ന് എടുക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇനി എത്ര വ്ളോഗുകൾ വരാനിരിക്കുന്നു. ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ്. നമ്മുടെ വീക്കെൻഡ് ആയിട്ട് ഇപ്പൊ രാത്രി 10 മണിയായിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോകണം. അപ്പൊ നമ്മുടെ ഈ യുഎക്കാരുടെയൊക്കെ വീക്കെൻഡ് നൈറ്റ് എന്താന്നുള്ളത് ചെറുതായിട്ടൊന്ന് കാണിച്ചിരുന്നു വിചാരിച്ചു. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെ ചെയ്യും, എവിടേക്ക് പോകും, എങ്ങനെയൊക്കെയാണെന്നുള്ളത് എല്ലാവരും കാര്യമില്ല കേട്ടോ. സ്പെഷ്യലി ഞാൻ എങ്ങനെയാണ് എന്റെ വീക്കെൻഡ്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ചെറിയൊരു ഡെമോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് ആദ്യം എന്തിലോട്ട് കടക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. എനിക്കൊരു ഐഡിയ ഇല്ല. ആദ്യം ഞാൻ ഈ വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോകാനുള്ളത്, നമുക്കൊരു കടമ ഒരാളെ ഏൽപ്പിച്ച് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ കടമ നമുക്ക് നിർവഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഷാർജയിൽ എത്തണം. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് അജ്മാലിലാണ്. എന്റെ പുതിയ ഫ്ലാറ്റ് വന്നിട്ട് അജ്മാലിലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ രാത്രിക്ക് രാമായണം ഷാർജയ്ക്ക് പോയി. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ദൗത്യം ഞാൻ ഏറ്റിക്കൊണ്ട് നമുക്ക് ആദ്യം ഇറങ്ങാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അടുത്തെന്തൊക്കെയാണുള്ളത്. അപ്പൊ ഒരു വീക്കെൻഡിലൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് അവസാനം വരെ കാണും. നിങ്ങൾക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ ഇതിന്റെ ഇടയിലായിരിക്കും പറയുന്നുണ്ടാവാം. ഓക്കെ, നമുക്ക് ഇറങ്ങാം. വൺ ഫ്രഷ് മിൽക്ക് കോഫി. സോ നമ്മള് വീടിന്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രഷ് മിൽക്ക് കോഫി കുടിച്ചിട്ടാണ്. അത് എന്താ പറയാ, എനിക്ക് അത് കുടിക്കുമ്പോഴത്തേക്ക് പ്രത്യേക എന്തോ ഒരു എനർജി കിട്ടുന്ന കണക്കാണ്. എനിക്കത് നിർത്തണം. അത് നല്ലൊരു ശീലമല്ല. കാരണം കുറെ പഞ്ചസാരയൊക്കെ വാരി കലക്കിയിട്ടൊക്കെ അവർ തരുന്നത്. ഷുഗർ ഒരുപാട് കഴിച്ചു വെച്ചിട്ട് എന്റെ ഫേസ് ഒക്കെ നോക്കി ഷുഗർ കുറയ്ക്കണം. Yeah, fresh milk coffee. Yes. Right. Vlogging? Yeah. നിനക്ക് വേണ്ട? ഓക്കെ, എന്റെ കോഫി. പുറത്തിറങ്ങിയിട്ട് കോഫി കുടിച്ചിട്ട് 4-5 ദിവസമായി. ഈ അമ്മ നല്ല പഞ്ചാര ഇട്ടിട്ടുണ്ട്. ഒന്ന് പിടിക്കാം. താങ്ക് യു. Okay, have a nice evening. 5 ദറംസ് കൊടുത്തപ്പോഴത്തേക്ക് ബാലൻസ് 2 ദറംസാണ് കിട്ടിയത്. വിച്ച് മീൻസ് 3 ദറംസിന്റെ കോഫിയാണ്. 3 ദറംസ് എന്ന് പറയുമ്പോഴത്തേക്കും 24, 48 എത്രയാ? കണക്കില് ഞാൻ കുറച്ച് വീക്കാണ്. എത്രയാ? 48, 54 തന്നെ. ഓക്കെ, ഞാൻ കണക്കിൽ കുറച്ച് വീക്കായിരുന്നു. 72 രൂപയാണ് ഈ ഒരു കോഫിക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ 15 രൂപയല്ലേ കൊടുക്കുന്നത്. ഇവിടെ 74 രൂപയാണ് ഈ കോഫിക്ക് അവർ വാങ്ങിച്ചത്. നോർമൽ ഒരു കഫ്റ്റീരിയ ആണ്. ഓക്കെ, പോവാം. സോ നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് എത്തിയതിനു ശേഷം ഞാൻ പറയാം എവിടെയാന്നുള്ളത്. കാരണം ഇത് നമ്മൾ അജ്മാലിന്ന് വിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ എവിടെയാണോ ആദ്യം എത്തുന്നത് അവിടെ. അല്ലെങ്കിൽ എനിക്കറിയാം ഇതൊക്കെ നടക്കുള്ളൂ എന്ന്. കറന്റ് ഉള്ളത് ഇപ്പോ അള്ളവീർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലാണ്. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാന്ന് വിചാരിച്ചു. പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ട് 1 മാസം ആവാനായി. ഇതുവരെയ്ക്കും ഞാൻ ഒരു ഫ്രൂട്ട്സ് എന്നൊരു സാധനം കഴിച്ചിട്ടില്ല. നമുക്ക് ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും കിട്ടുന്നതിനേക്കാളും ഈസി ആയിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് എല്ലായിടത്തും ഫ്രൂട്ട്സ് പോകണമെന്നാണ് എന്റെ ഒരു കണ്ടെത്തൽ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. എനിക്ക് എവിടെ നിൽക്കണം, എവിടെ പോകണമെന്നൊരു പിടുത്തം കിട്ടില്ല. കാരണം ഞാൻ പാർക്കിങ്ങിൽ കയറി നിൽക്കുകയാണ്. അവിടെ കുറെ വണ്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഡബിൾ ഇട്ട് നിൽക്കുന്നു. ഞാൻ മാറിക്കൊടുക്കുന്നുമില്ല. അപ്പൊ ഞാൻ അവീർ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു റെസ്റ്റോറന്റിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കാറ്. അപ്പൊ അവിടെ ഭയങ്കര തിരക്കാണ്. അത്രയ്ക്ക് നല്ല ഫുഡൊക്കെയാണ്. അപ്പൊ നമുക്ക് ആദ്യം അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. കാരണം 11 മണിയായി. വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങി ഒരു മണിക്കൂർ എടുത്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. ഫ്രൂട്ട് ഷോപ്പിങ്ങോ? അയ്യോ, ശരി, നമുക്ക് ഷോപ്പിങ്ങിന് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. ഫുഡ് താക്കത്ത് വേണം ഷോപ്പിങ്ങിന്. എന്റെ മുഖം കണ്ടാത്തൊന്നും ഞാൻ ഉറക്കത്തുനിന്ന് എണീറ്റ് നടക്കുവാണ് എന്ന്. ഭയങ്കര എന്തോ ഒരു വയ്യായിക. എനിക്ക് തന്നെ അറിയാൻ പാടില്ല എന്താണ് എനിക്ക് പ്രശ്നമെന്ന്. ഒരു കല്യാണ വീട്ടിൽ പോകണൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു റെസ്റ്റോറന്റ് ആണ് കഴിഞ്ഞാൽ. കാരണം ഔട്ട്ഡോർ ആണ് സീറ്റിംഗ് അധികം ഉള്ളത്. ഇവിടെ കുറെ ലൈറ്റിങ്ങും സെറ്റപ്പും ഒക്കെ ഉണ്ട്. ഞാൻ ദുബായിലുള്ള സമയത്തൊക്കെ എല്ലാ വീക്കെൻഡിലും ഇവിടെയാണ് ഫുഡ് കഴിക്കാണ്ടി വരുന്നത്. അജ്മാനിൽ പോയതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ആദ്യപ്പോഴും പറഞ്ഞില്ലേ ഒരു കല്യാണ വീടിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്നുള്ള. ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് കേട്ടോ സീറ്റ് ഇട്ടത്. ഇതിന് ഇടയിൽ എങ്ങാനും കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും വ്ളോഗ് എടുക്കാൻ കഷ്ടപ്പെട്ടേനെ. ഓക്കെ, നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് തിരിച്ച് വരാം. ഈ ഹാലും തുനിയാമില്ലാത്ത പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വ്ളോഗ് പിടിക്കും? നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. നാട്ടിലും ഇവിടെയൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ ആണിത്. അപ്പം ഇത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചൊരു സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർഡർ ആക്കി. ഞാൻ ചുമ്മാ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ചൂട്. നല്ല കേട്ടോ. ഞാൻ നെയ്പ്പത്തിലാണ് പറഞ്ഞത്. 3 പറഞ്ഞപ്പോ ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു. ഇത് കൂന്തൽ റോസ്റ്റ് ആണ്. ഇത് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഞാൻ ഇവിടെ മുന്നേ വന്നപ്പോഴും ഇത് വാങ്ങിച്ച് കഴിക്കലുണ്ട്. ഇത് ഒരു രക്ഷയില്ല കേട്ടോ.
ഈ ഹൈപ്പ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ്. ആക്രാന്തം ഉണ്ട്, അതിനിടെ ഈ ചൂട് സഹകരിക്കുന്നില്ല. ടേസ്റ്റ് അറിയുന്നുണ്ട് വായില്, അറിയാൻ പാടില്ല കേട്ടോ. കൂടുതലും ചിക്കനും സെറ്റ് ആവുന്നുള്ള കഴിക്കുന്നില്ല. സോ ഞാന് ഫുഡ് കഴിക്കാണ്ട് കയറി വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി വന്നിട്ട് അവിടെ പർച്ചേസിന് കയറാമെന്നോ. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ആ ഒരു എല്ലാം ക്ലോസ് ആയി എന്നുള്ളത്. തോന്നുന്നു ഇത് 24x7 ആണെന്ന്. വെജിറ്റബിൾസിന്റെ സൈഡിലൂടെയാണ് പോകുന്നത്. ആക്ച്വലി വെജിറ്റബിളിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മള് ഫ്രൂട്ട്സിന്റെ സെക്ഷനിലോട്ട് പോയി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പറക്കാം. നമ്മുടെ നാട്ടില് ചന്ത അത് തന്നെ, അത് ചന്ത. അങ്ങനെ വന്ന പടത്തിന് എനിക്ക് വേണ്ടി ഡേറ്റ്സ് ഒക്കെ തന്നു. എന്നോട് പറഞ്ഞു വന്ന് വാങ്ങിക്കാനൊക്കെ. ഞാൻ ഓക്കെ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിലേക്കൂടെ പോകില്ല, ഇതിലേക്കൂടെ പോകത്തുള്ളൂ. ബിക്കോസ് എനിക്കിപ്പോ ഡേറ്റ്സ് ഒന്നും വേണ്ട. ഇതാണ് ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒരു ലോകം. എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ. നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ആദ്യം റംബൂട്ടാൻ വാങ്ങാനാണ്. പക്ഷെ ഇത് കണ്ടിട്ട് അത്ര ഫ്രഷ് ആയിട്ട് തോന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഫ്രഷ് ഫ്രൂട്ട്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്? ഫ്രൂട്ട്സ് ഇവിടെ ഫുള്ള് വെജിറ്റബിൾസ് ആണല്ലോ പഠിച്ചോനെ. ഒരു ലോകം ഉണ്ട് ഇവിടെ, ഒരു ലോകം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എവിടെ പഠിച്ചോനെ? വാട്ട് എ ക്യാച്ച്. ഫ്രഷ് കിട്ടാൻ ചാൻസ് കുറവാ തോന്നുന്നു എന്റെ റംബൂട്ടാന്. और फ्रेश मिलेगा? और फ्रेश मिलेगा? नहीं है। स्ट्रॉबेरी 10 है, ये 10 है। अच्छा मुश्किल नहीं, दोनों कितना देगा बोलो? आप बोलो, आप बोलो, आप बेचने वाले हो, हमें क्या पता है कितने में देगा? 20 dirhams। ये स्ट्रॉबेरी 5 dirhams का है ये। हाँ जी, तेज അവര് നമ്മളെ ഏതേതോ അത് ഇതാ പറഞ്ഞത് 2. ഏനെ ചായ നേരത്തെ വാങ്ങിച്ച സ്ട്രോബെറി 10 dirhamsന്, ഇത് 5 dirhamsനാ തന്നത്. ഇതിനകത്ത് കയറി വന്ന പാടത്തന്നെ പറ്റിക്കപ്പെട്ട്. ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കടയില് ഓന് സ്ട്രോബെറിയും പ്ലമും ഒക്കെ തന്നിട്ട് പറ്റിച്ച്. അത് 20 dirhamsനാ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. സോ രണ്ടാമത് തൊട്ടടുത്ത ഷോപ്പിൽ വന്നപ്പോഴത്തേക്കും ഓരത് 5 dirhamsന് തന്നു. ഇതിനകത്ത് കയറുന്ന ആൾക്കാരൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട്, നമുക്കൊന്നാമത് എന്താ പറഞ്ഞാൽ ഈ ബാർഗിങ് ഭയങ്കര പാടാണ്, ഭയങ്കര നാണക്കേടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താ കുറച്ച് പൈസ പോയി കിട്ടി. എനിക്ക് മെയിൻലി വാങ്ങിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റംബൂട്ടാനാണ്. അത് ഇവിടെ എവിടെയും കാണുന്നില്ല. അതിനാണ് മെയിനായിട്ട് വന്നത് തന്നെ. മരിച്ചു പറക്കട്ടെ. ഊതേതോ ചെറി കിട്ടനാക്കിയേ പിടിച്ചോ 10. ഇതെനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഏതേതോ ഖാലി റംബൂട്ടാൻ अच्छा नहीं है, ये देखो काला काला दिख रहे हैं। खाला वो ऊपर है, अंदर सही है। अब ट्राई करेंगे। അകത്തെ പർച്ചേസ് ഒക്കെ മതിയാക്കി. കാരണം ഓരെല്ലാം നമ്മളെ പറ്റിക്കുന്നുണ്ട്. ഒന്നാമത് അവിടെ പോയിട്ട് നമുക്ക് ഒരിക്കലും ബാർഗെയിൻ ചെയ്യാനുള്ള അത്ര ആ ഒരു ഇതില്ല. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചീഞ്ഞു പോയിട്ടിരിക്കുന്നു. ഓരോന്നും ഭയങ്കര ചൂടായതുകൊണ്ടാണ് ചീഞ്ഞു പോയെന്നുള്ളത്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടുന്നില്ല. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ഈ കാര്യത്തില്. പിന്നെ പുറത്ത് വന്നപ്പോഴത്തേക്ക് ഒരു കരിക്ക് വിൽക്കുന്ന ഷോപ്പുണ്ട്. നല്ല ദാഹം, കുറച്ച് കരിക്ക് നമുക്ക് കുടിക്കാം. നല്ല സുഖം അത് കുടിച്ചിട്ട്. നാട്ടിലുള്ള സമയത്ത് ഞാൻ ഒരു മാസം അത്ര ദിവസം ഞാൻ കരി കുടിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാ കുടിക്കുന്നത്. ഈ ഒരു സാധനം കൂടെ കഴിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും കരിക്ക് പറയാറ്. ഇവിടെ വെള്ളത്തിന് വേണ്ടി മാത്രമല്ല. സോ ഞാനൊന്ന് മെയിനായിട്ട് പുറത്തിറങ്ങിയത് എന്റെ കയ്യിലുള്ള ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാളായി കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ 1000 dirhams എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 24,000 രൂപയാണ് കേട്ടോ. അങ്ങനെ എന്റെ കയ്യിലുള്ളത് 200,000 dirhams ആണ്. വിച്ച് മീൻസ് ഏകദേശം 50 ലക്ഷമൊക്കെ വരും നാട്ടില്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ 50 ലക്ഷത്തിന് പറയുമ്പോൾ ഒരു ചാക്കോ ഒരു ബാഗൊക്കെ നമ്മൾ എടുത്ത് നടക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കാം. സോ ഇത് നമ്മൾ എന്താക്കാം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു വലിയ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് പൈസയാണ്. അപ്പൊ അതെന്തായാലും ഈ വർഷം കഴിയട്ടെ. ഈ വർഷത്തെ ശരിയല്ല, ഡെപ്പോസിറ്റ് വരെ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോവാം. ഇത്രയും പൈസയൊക്കെ നിങ്ങൾ എൻജോയ് കണ്ടിട്ടുണ്ടോ ലൈഫില്? സോ ഇനി എന്റെ ബാങ്കിലാണ് ഇത് കിടക്കാൻ പോകുന്നത്. ഇത്ര നാൾ എന്റെ കയ്യിലുണ്ടായിരുന്നു, ഇനി എന്റെ ബാങ്കില്
2 മണിയായി രാത്രി. രാവ് പകലാക്കുന്ന ആൾക്കാരെ നമ്മളിങ്ങനെയാണ്. അള്ളാ പഠിച്ചോനെ, ഏത് കാലത്താണ് അടുക്കും ചിട്ടയും വരാന്നുള്ള അറിയത്തില്ല. ഈ ഒരു ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് കിസിസ് നഹദ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ആണ്. ഇവിടെ ഒരു ടീ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഇവിടെ അത്യാവശ്യം ഒരുപാട് റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇടക്കാലത്ത് ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഒരു ടീ കിട്ടും, അത് വാങ്ങിച്ചു കുടിക്കാൻ വേണ്ടിട്ട്. പിന്നെ എനിക്ക് ടീ കുടിക്കാൻ മൂടില്ല. ഇത് ലസ്സിയാണ്, ഫ്രൂട്ട് ലസ്സി. ഇതുവഴി പോയപ്പോഴത്തേക്ക് ഒന്ന് കുടിക്കണമെന്ന് തോന്നി. ട്രൈ ആക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ള ഫസ്റ്റ് ടൈം ഞാൻ ലസ്സി, ഫ്രൂട്ട് ലസ്സി കുടിക്കുന്നത്. നോക്കട്ടെ. ഇത് വാങ്ങിച്ച സമയം കൊണ്ട് ഞാൻ ഫലൂഡ പറഞ്ഞ മതിയായിരുന്നു. കാരണം ഇതിന് ലസ്സി ആണല്ലോ, ഓഫ്കോഴ്സ് ഭയങ്കര പുളിയാണ്. ഒരു പുളിന്റെ ആവശ്യമില്ല എനിക്ക് നട്ടപ്പായിരിക്കും. എന്നാൽ സമയം 2 മണിയായ സ്ഥിതിക്ക് നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ വൈൻഡപ്പ് ചെയ്യുന്നു. പക്ഷെ ഇല്ല, നമ്മള് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ പെൻഡിങ്ങിലുണ്ട്. 2 കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ഇനി ഷാർജയിലാണ്, ഇപ്പൊ കിസീസിലാണ് ഉള്ളത്. ഷാർജയിൽ പോയിട്ട് നമുക്ക് ഒരാളെ പിക്ക് ചെയ്യാനുണ്ട്. ആ ആള് ആരാന്നുള്ളത് സർപ്രൈസ് ആണ്. അപ്പൊ ഞാൻ അവിടെ എത്തിയതിനു ശേഷം കാണിക്കാം ആരാന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്കുള്ള ഒരു സർപ്രൈസ് ഉണ്ട്. അതിന് സ്റ്റേ ട്യൂൺ. ഞാൻ എപ്പോഴാ കാണിക്കാം എന്താണെന്നുള്ളത് വഴി പറയാം. സോ ഒരാളെ ഇന്ന് മീറ്റ് ആക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആളടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ആരാന്ന് പറഞ്ഞാൽ അയ്യാ മ്യാവ്. മ്യാവ്. എന്താ ഇങ്ങോട്ട് വരാത്തെ? ഇങ്ങോട്ട് വേടാ സെയിം. സെയിമേ, സെയിമോ. നമ്മുടെ നമ്മുടെ സെയിമാണ്, സോയി അല്ല. ഓ ഷിറ്റ്, എന്താ ഇങ്ങോട്ടൊക്കെ മാറ്റി കിടക്കുന്നേ? അയ്യോ പഠിച്ചോനെ, നമ്മൾ എന്തായാലും ഇന്ന് വന്നത് നന്നായി. ഇവനോടെ കുടിയും കിടക്കുക. ഇന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ആക്ച്വലി ഇവന് നല്ല വൃത്തിയേടായിട്ടുണ്ട്. ഇവന് എന്റെ കൈക്ക് വൃത്തിയേടായി. എന്റെ വീട്ടിലൊരു ക്യാറ്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ, സോയി. ഇവിടെ വീട് ക്ലീൻ ആക്കാനൊക്കെ ഒരാള് വരലുണ്ട്. അവര് വന്നിട്ടില്ല തോന്നുന്നു. ഇത് ആരുടെ ക്യാറ്റാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ ആർക്കെങ്കിലും അറിയാന്നുള്ള, എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ അവനെ ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുപോവാണ്. അവനൊന്ന് ഗ്രൂം ചെയ്യിപ്പിക്കണം. ഇത് അവിടെ നമുക്ക് സെറ്റ് ആക്കണം. ബിക്കോസ് ഇതിന്റെ ഓണേഴ്സ് 2 പേരും നാട്ടിൽ പോയിക്കാണ്. എന്നോട് ആകെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെ ഒന്ന് ഗ്രൂം ചെയ്യിപ്പിക്കണമെന്നാണ്. ചെണ്ടിന്താ വരാൻ പറ്റിയത്. 2-3 ദിവസമായി പാവം. എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവാണ്. അപ്പൊ നിങ്ങൾക്കുള്ള സർപ്രൈസ് ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം പറയാം. ഇപ്പൊ എന്തായാലും ഓനെ നമുക്ക് വണ്ടിയിൽ എത്തിക്കണം. ഞാൻ ജെയിമിനെയും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടേ. നോർമലി സോയിനെ നമ്മൾ ഈ കേജില് എവിടേക്കെങ്കിലും കൊണ്ടുവരുമ്പോഴത്തേക്കും വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. പക്ഷെ സെയിം ഒട്ടും തന്നെ സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഒരാള് സെയിമിനെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചടക്കാണ് പേടിച്ചിട്ട്. സെയിം പാവം അവിടെ. ഞാൻ അതിനെ കേജിൽ നിന്ന് ഇറക്കിയിട്ടില്ല. കാരണം എന്താളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു മരിക്കുന്ന എനിക്ക് കാണാൻ വയ്യ. ഇവന്റെ കാര്യം പിന്നെ എനിക്ക് കുഴപ്പമില്ല, അവന്റെ രക്ഷകർത്താവ് ഞാനാണ്. പക്ഷെ ഇതിന്റെ രക്ഷകർത്താക്കള് നാട്ടിലായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവർ രണ്ടിനോട് പരിചയപ്പെട്ടിട്ട് ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള സർപ്രൈസ് ഞാൻ ആക്ച്വലി ബാഗിലിട്ട് കൊണ്ടുപോയതാണ്. എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈ ഫോണിൽ ഞാൻ ഇവിടെ വെക്കട്ടെ. ഇതാണ് നിങ്ങൾക്കുള്ള ആ ഒരു സർപ്രൈസ്. ഞാൻ ഇതിനകത്ത് ഇളക്കിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ആക്ച്വലി ഒരു കോംബോ സെറ്റ് ആണ് കേട്ടോ. അതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു നെക്ലേസ് വരുന്നുണ്ട്, സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള. ഫുള്ള് സ്റ്റോൺ ആണ്. ഫുള്ള് സ്റ്റോൺ വരുന്നുണ്ട്. സോറി, 2 സ്റ്റഡ് വരുന്നുണ്ട്. പിന്നെ ഒരു റിംഗ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആണ്. ഏത് സൈസിലുള്ള ആൾക്കാർക്കും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റും. ഇനി വാച്ച് ഇളക്കാൻ പറ്റത്തില്ല. വാച്ച് ഓൾറെഡി അവര് സെക്യൂർഡ് ആയിട്ട് സ്ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ബ്ലാക്ക് കളർ ഡയൽ ആണ്. അപ്പൊ ഈ ഒരു സിൽവറും ബ്ലാക്ക് കോംബോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റിന് നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി വലിയ റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ സബ്സ്ക്രൈബർ ആയിരിക്കണം, അതാണ് റൂൾസ്. രണ്ടാമത് ഈ ഒരു വീഡിയോക്ക് വരുന്ന കമന്റ്സിലൂടെ നമ്മൾ വിന്നറിനെ ചൂസ് ചെയ്യുന്നുണ്ടാവുക. മാക്സിമം കമന്റ് ചെയ്യാം. ലാസ്റ്റ് ബ്ലോഗിൽ നമ്മളൊരു വിന്നറിനെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഗിഫ്റ്റ് ഒക്കെ എന്റെ കയ്യിൽ സേഫ് ആണ്. പക്ഷെ എനിക്കത് കൊടുത്തേക്കാൻ പറ്റാത്തത്, ഞാൻ UAയിലാണ്. തിരിച്ച് നാട്ടിൽ പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കൊടുത്തേക്കാം. അതുപോലെ എന്റെ വിന്നറിനെ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. വേറൊരു ഷോർട്സിലൂടെ ഞാൻ അറിയിക്കാം വിന്നർ ആരാന്നുള്ളത്. അപ്പം ഇതും അതൊക്കെ ഞാൻ ഒരുമിച്ച് കൊടുത്തേക്കാം. അപ്പൊ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവണ്ട. പിന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് കിട്ടിയ ആൾക്കാർക്കും പങ്കെടുക്കാം കേട്ടോ. കിട്ടിയ ആളെ കിട്ടാത്ത ആൾ അങ്ങനെയൊന്നുമില്ല. ആരെ പേര് വരുന്ന അവർക്ക് കൊടുക്കും. കാരണം ലക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ആരെയും മാറ്റി നിർത്തുന്നില്ല കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് ഇന്ന് വീക്കെൻഡ് വ്ളോഗ് ആയിരുന്നു. ഈ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ് നമ്മള്. നമുക്ക് ഇനിയും കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നമ്മളെ ചാനൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇനി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ ഞാൻ ഉറങ്ങാൻ സമയമായി. കാരണം ഇവിടെ 4 മണിയാണ്. ഇന്നെ ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കുഴഞ്ഞുകൊണ്ടും കൂടെ നിങ്ങൾക്ക് കാണേണ്ടി വരും. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ.